പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 9.2-ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എക്സസൈസ് 10.4-ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തതാണ്. പക്ഷേ അപ്ഡേറ്റഡ് സിലബസ് അനുസരിച്ച് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റേഴ്സിൻ്റെ നമ്പേഴ്സിനും എക്സസൈസുകളുടെ നമ്പേഴ്സിനൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വീഡിയോ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിനൊന്നും വ്യത്യാസമില്ല, ക്വസ്റ്റ്യൻ്റെ നമ്പേഴ്സിന് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പം കറക്റ്റായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 2 circles of radii 5 cm and 3 cm intersect at 2 points and the distance between their centers is 4 cm. അപ്പൊ ഇവിടെ 2 സർക്കിൾസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണത്തിന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ ആണ്, അടുത്തതിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ ആണ്. 2 സർക്കിൾസും കൂടെ 2 പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഇനി സർക്കിളിന്റെ സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 4 സെന്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി കോമൺ കോഡ്. അപ്പൊ 2 സർക്കിളുകൾ തമ്മിൽ 2 പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ കോമൺ ആയിട്ടൊരു കോഡ് ഉണ്ടാകുമെന്ന്, അവിടെ ഉണ്ടാകുന്ന ആ ഒരു ലൈൻ, അതായത് ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ലൈൻ ആ 2 സർക്കിളിന്റെയും കൂടെ കോമൺ ആയിട്ടുള്ള കോഡായിരിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസമുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ കണ്ടു അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് 5 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും ഉള്ള 2 സർക്കിൾസ് നമുക്ക് വരയ്ക്കാം. സർക്കിൾ വരയ്ക്കുന്നു. അപ്പൊ ഇവിടെ ഞാൻ 5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചു. ഇതാണ് സർക്കിളിന്റെ സെന്റർ, O എന്ന് ഞാൻ പേര് കൊടുക്കുന്നു. ഇനി അടുത്തത് 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വേണം. അപ്പോൾ ഞാനിവിടെ 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളും വരച്ചു. ഈ സർക്കിളിന്റെ സെന്റർ ദാ ഇവിടെയാണ്. ഇതിന് ഞാൻ P എന്ന് പേര് കൊടുക്കുന്നു. ഇനി ഈ സർക്കിളിന്റെ സെന്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 4 സെന്റിമീറ്റർ ആണ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് 4 സെന്റിമീറ്റർ. ഇനി എന്താണ്, നമ്മൾ ആദ്യം വരച്ച സർക്കിളിന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ ആണ്. ഇത് 5 സെന്റിമീറ്റർ ആണ്. അതേപോലെ ഈ ലെങ്തും 5 സെന്റിമീറ്റർ ആണ്. ദിസ് ഈസ് 5 സെന്റിമീറ്റർ. ഇതും 5 സെന്റിമീറ്റർ ആണ്. ഇനി നമ്മൾ രണ്ടാമത് വരച്ച സർക്കിളിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ ആണ്. അതായത് ഇതാണ് ഈ സർക്കിളിന്റെ സെന്റർ. അപ്പൊ ഇവിടേക്കുള്ള ഈ ഡിസ്റ്റൻസ് ഇത് 3 സെന്റിമീറ്റർ. അപ്പോൾ നമ്മുടെ ഫിഗർ നമ്മൾ വരച്ചു കഴിഞ്ഞു. 5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ നമ്മൾ വരച്ചു. അതാണ് ഈ വലിയ സർക്കിള്. 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള നമ്മുടെ അടുത്ത സർക്കിൾ നമ്മൾ വരച്ചു. അതാണ് ഈ ബ്ലാക്ക് കളറിൽ വരച്ചിരിക്കുന്ന ഈ ചെറിയ സർക്കിള്. അപ്പൊ ഇവിടെ ഈ പോയിന്റും കൂടെ ചേരുന്ന ഈ ഒരു ലൈൻ എന്താണ്, ഇതിന്റെ കോമൺ കോഡാണ് അല്ലെ. അപ്പൊ ഈ കോമൺ കോഡിന്റെ ലെങ്ത് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഈ കോമൺ കോഡിന് ഞാൻ AB എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്തൊക്കെ അറിയാം? OA 5 ആണ് എന്നറിയാം, OP 4 ആണ് എന്നറിയാം, AP 3 സെന്റിമീറ്റർ ആണ് എന്നറിയാം. അപ്പൊ കോമൺ കോഡിന്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഒരു തിയറം വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ ഫ്രം ദി സെന്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ദി കോഡ്. അപ്പൊ കോഡിനെ ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് അതിന്റെ കോഡിലേക്കുള്ള പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നു എന്നൊരു തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ വലിയ സർക്കിളിന്റെ സെന്റർ ആയ ഓയിൽ നിന്ന് വലിയ സർക്കിളിന്റെ കോഡാണ് AB അല്ലെ. അപ്പൊ ABയിലേക്കുള്ള പെർപെൻഡിക്കുലർ ആണ് OP എന്ന് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യണം. അപ്പൊ ഇത് പെർപെൻഡിക്കുലർ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ ഈ പെർപെൻഡിക്കുലർ കോഡിനെ എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും. അങ്ങനെ ഒരു തിയറം നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോ ബൈസെക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഈ കോഡിനെ ഈക്വൽ ലെങ്ത് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോ ഇവിടെ ഓൾറെഡി നമുക്ക് ഈ ഒരു ലെങ്ത് 3 ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ ബൈസെക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു ലെങ്തും 3 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AB യുടെ ലെങ്ത് കിട്ടും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഈ
വലിയ സർക്കിളിന്റെ സെന്റർ ആയ ഓയിൽ നിന്ന് കോഡായ എ ബിയിലേക്കുള്ള ഈ ലൈനാണ് ഒ പി. അതെന്താണ് എന്ന് പ്രൂവ് ചെയ്യണം? പെർപെൻഡിക്കുലർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഇത് 90 ഡിഗ്രി ആണ് ഇവിടെ വരുന്ന ആംഗിൾ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഈ ആംഗിള് 90 ഡിഗ്രി ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ നമുക്കിവിടെ ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സൈഡിന്റെ ലെങ്ത് നമുക്കറിയാം, ഇത് 4, ഇത് 3. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ ലെങ്ത് കുറഞ്ഞ രണ്ട് സൈഡുകളുടെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്യുമ്പോൾ ഈ ലെങ്ത് കൂടിയ സൈഡിന്റെ സ്ക്വയറിന് ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടുകയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് റൈറ്റ് ആംഗിൾ ആണ് എന്ന് പറയാം. അതായത് പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് ഇത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ ഇവിടുത്തെ ഈ ട്രയാങ്കിളിലെ ലെങ്ത് കൂടിയ സൈഡ് എന്ന് പറയുന്നത് ഈ ഒ എ ആണ് അല്ലേ? അപ്പൊ ഈ ഒ എ സ്ക്വയർ ഈസ് ഇക്വൽ ടു, അപ്പൊ ആദ്യം നമ്മളിവിടെ ഈ ഒ എ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. ഒ എ സ്ക്വയർ ഈസ് ഇക്വൽ ടു ഒ എ ഈസ് 5. അപ്പൊ 5 സ്ക്വയർ ഈസ് ഇക്വൽ ടു 25. ഇനി നമ്മൾ ഈ ഒ പിയുടെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. ഒ പി ഈസ് 4. അപ്പൊ 4 സ്ക്വയർ ഈസ് ഇക്വൽ ടു 16. ഇനി നമ്മൾ ഈ എ പിയുടെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. എ പി സ്ക്വയർ, എ പി ഈസ് 3 സ്ക്വയർ ഈസ് ഇക്വൽ ടു 9. അപ്പൊ ഇവിടെ സൈഡിന്റെ ലെങ്ത് കുറഞ്ഞ സൈഡുകളാണ് ഒ പിയും എ പിയും. അപ്പൊ ഞാനിവിടെ ഒ പി സ്ക്വയർ പ്ലസ് എ പി സ്ക്വയർ ചെയ്യുന്നു. ഒ പി സ്ക്വയർ ഈസ് 16, എ പി സ്ക്വയർ ഈസ് 9. 16 പ്ലസ് 9 ഈസ് ഇക്വൽ ടു 25. 25 എന്തിന് ഈക്വൽ ആണ്? ഒ എ സ്ക്വയറിന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒ പി സ്ക്വയർ പ്ലസ് എ പി സ്ക്വയർ ഈസ് ഇക്വൽ ടു ഒ എ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. അപ്പോ ഇവിടെ നമുക്ക് ഈ രണ്ട് സൈഡുകളുടെ സ്ക്വയറിന്റെ സമ്മ് ഈ സൈഡിന്റെ സ്ക്വയറിന് ഈക്വൽ ആണ് എന്ന് കിട്ടി. അപ്പൊ ഇതാണ് ലെങ്ത് കൂടിയ സൈഡ്. അപ്പോൾ ഇത് ഈ ലെങ്ത് കൂടിയ സൈഡ് എന്തായിട്ട് നമുക്ക് എടുക്കാം? ഹൈപ്പോട്ടിനസ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിള് റൈറ്റ് ആംഗിൾ ആയിരിക്കും. അതാണ് പൈതഗോറസ് തിയറം അല്ലെ? അപ്പൊ ഒരു ട്രയാംഗിൾ റൈറ്റ് ആംഗിൾ ആണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ആയിരിക്കും ഹൈപ്പോട്ടിനസ്. ആ ഹൈപ്പോട്ടിനസിന്റെ സ്ക്വയറിന് ഈക്വൽ ആണ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയറും ബേസിന്റെ സ്ക്വയറും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സം എന്ന് പറയുന്നത്. അതാണ് പൈതഗോറസ് തിയറം. അപ്പൊ ആ പൈതഗോറസ് തിയറത്തിന്റെ കോൺവേഴ്സ് ആണ് നമ്മൾ ഇവിടെ ചെയ്തത്. അതായത് ലെങ്ത് കുറഞ്ഞ രണ്ട് സൈഡുകളുടെ സ്ക്വയറിന്റെ സം എന്ന് പറയുന്നത് ലെങ്ത് കൂടിയ സൈഡിന്റെ സ്ക്വയറിന് ഈക്വൽ ആയി. അപ്പോൾ ഇത് ബൈ കോൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം ട്രയാങ്കിൾ OPA is a right angled triangle. Right angled at P. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം by converse of Pythagoras theorem triangle OPA is a right angled triangle. Right angle at P. P യിലാണ് റൈറ്റ് ആംഗിൾ ആയത്. ഓക്കെ, അപ്പൊ ഇത് 90 ഡിഗ്രി ആണ്, റൈറ്റ് ആംഗിൾ ആണ്, 90 ഡിഗ്രി ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? OP ABക്ക് പെർപെൻഡിക്കുലർ ആണ് എന്ന് നമുക്ക് പറയാം, ഇല്ലേ? അതായത് ഈ ബിഗ്ഗർ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ബിഗ്ഗർ സർക്കിളിലെ ഒരു കോഡാണ് AB, അതിലേക്കുള്ള പെർപെൻഡിക്കുലർ ആണ് OP എന്ന് നമുക്കിപ്പോ പ്രൂവ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അപ്പോ ഇൻ ബിഗ്ഗർ സർക്കിൾ നമുക്ക് എന്ത് പറയാം? OP പെർപെൻഡിക്കുലർ ടു AB. OP ABക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമുക്ക് തിയറം ഉണ്ട്, എന്താണ്? പെർപെൻഡിക്കുലർ ഫ്രം ദി സെന്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ദി കോഡ്. OP ബൈസെക്ട്സ് AB. OP ABയെ ബൈസെക്ട് ചെയ്യുന്നെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? എവിടെയാണ് ബൈസെക്ട് ചെയ്യുന്നത്? അറ്റ് P. Pയില് ബൈസെക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്തെഴുതാം? AP
ഈസ് ഇക്വൽ ടു പി ബി എന്ന് എഴുതാം. എ പിയും പി ബിയും ഈക്വൽ ആയിരിക്കും. ഇവിടെ ഓൾറെഡി എ പി 3 സെന്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. എ പി 3 ആണ് എന്ന് തന്നിട്ടുണ്ട്. സോ പി ബി ഈസ് ഇക്വൽ ടു 3 സെന്റിമീറ്റർ. എന്തുകൊണ്ടാണ്? എ പി ഓൾറെഡി 3 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പി ബിയും 3 ആണ്. ഇനി ഇതാ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോമൺ കോഡായ ഈ എ ബി എന്ന് പറയുന്നത് വലിയ സർക്കിളിന്റെയും ഈ ചെറിയ സർക്കിളിന്റെയും കോമൺ ആയിട്ടുള്ള കോഡാണ്. അത് എ ബി ആണ്. ആ എ ബി എന്ന് പറയുന്നത് എന്താണ്? നൗ എ ബി ഈസ് ഇക്വൽ ടു എ പി പ്ലസ് പി ബി ആണ്. എ പിയും പി ബിയും കൂടെ ചേരുന്നതാണ്. അപ്പൊ നമ്മളിവിടെ എ പി കണ്ടുപിടിച്ചു. എത്രയായിരുന്നു? എ പി 3 ആണ് എന്ന് നമുക്കറിയാം. പി ബി 3 ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ 3 + 3 ഈസ് ഇക്വൽ ടു 6 സെന്റിമീറ്റർ. അപ്പൊ കോമൺ കോഡിന്റെ ലെങ്ത് നമുക്ക് കിട്ടി. എ ബി ഈസ് ഇക്വൽ ടു 6 സെന്റിമീറ്റർ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒ പി എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അത് നമ്മളിവിടെ പൈതഗോറസ് കോൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം വെച്ചിട്ട് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. അപ്പോൾ പെർപെൻഡിക്കുലർ ആണ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിയറം ഉണ്ട് 10.3 perpendicular from the center of a circle to a chord bisect the chord. അത് വെച്ചിട്ട് നമുക്ക് ഒ പി എ ബിയെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കും. ഒ പി എ ബിയെ ബൈസെക്ട് ചെയ്യുന്നുവെങ്കിൽ എ പിയും പി ബിയും ഈക്വൽ ആയിരിക്കും. അപ്പൊ എ ബി എന്ന് പറയുന്നത് എ പി പ്ലസ് പി ബി ആണ്. അപ്പൊ 3 + 3 ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.